രാജയോഗം അത് ഏത് സാധാരണക്കാരനും ഏത് മുതിർന്നതും ചെയ്യാം. ഭൗതികമായ തലത്തിൽ യോഗയെ കണ്ട ആളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതെ. അപ്പൊ ഇതിനൊരു ആത്മീയ തലത്തിൽ കണ്ട മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ. അതെന്താണ്? അതോടൊന്ന് പറഞ്ഞു തരാമോ? അദ്ദേഹം ആ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആലോചിച്ചിരുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അങ്ങ് വലിയ ഒരു ഡിഗ്രിക്കാരനാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ആ ഡിഗ്രിക്ക് അനുസരിച്ച് മാത്രമല്ല, താങ്കൾക്ക് ഒരു അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആവാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരാൾക്ക് ജോലി ചെയ്യാം. അപ്പൊ ആ തിയറിയിലാണ് ആത്മാരാമൻ അങ്ങോട്ട് പോയത്. പക്ഷെ അതിന് ശരീരം വേണം. ഹഠയോഗം എന്ന് പറയുമ്പോൾ മറ്റേയാള് സ്വാത്മാരാമൻ എന്ന് പറഞ്ഞില്ലേ, അത് ശാരീരികമായിട്ടുള്ള ഡെവലപ്മെന്റ്, അതിന് വളരെ കടുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ഇതില് ആത്മീയമായിട്ടൊന്നും പറയുന്നില്ല. ശരീരം സ്ട്രോങ് ആക്കണം, ശരീരത്തെ ക്രമപ്പെടുത്തുക. അതെ, ശരീരം സ്ട്രോങ് ആകണം, അതാണ് വ്യത്യാസം. പക്ഷെ ഇത് രണ്ടും കൂടി കലർന്നിട്ടാണ് വിവേകാനന്ദൻ സ്വാമികള് ഹഠയോഗം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ, അതായത് എല്ലാ ഹഠയോഗവും മറ്റതും മാറിയിട്ട് രാജയോഗം, അത് ഏത് സാധാരണക്കാരനും ഏത് മുതിർന്നതും ചെയ്യാം, എല്ലാവർക്കുമായിട്ടുള്ള പൊതുവായിട്ടുള്ള രീതിയിലേക്ക് ചിട്ടപ്പെടുത്തിയിട്ടാണ് രാജയോഗം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് BKS പഠിച്ചു, വേറൊരാൾ പഠിച്ചു, BKSന്റെ സിസ്റ്റമാണ് എല്ലാവരും ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് അയ്യങ്കാർ യോഗ അത് ഓരോരുത്തർ പറയും. അതിലും ഇപ്പൊ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. യോഗ ചെയ്യാനായിട്ട് യാതൊരു ഉപകരണങ്ങളും വേണ്ട. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ മരുവനും മറ്റൊരു ബോംബെയില് അവര് ചെയർ ഉപയോഗിച്ചിട്ട് അതും ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ തല തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സിൽ ആയി തുടങ്ങിയിട്ട് ഇപ്പോ ഇപ്പൊ എവിടെയോ പരസ്യം കണ്ട് ചെയർ യോഗ എന്ന് പരസ്യം. ഇനി അതിന് അങ്ങനെ പേര്. പിന്നെ വേറെ ഒന്ന് ഇപ്പൊ ഉണ്ട്, വേൾഡിൽ എല്ലായിടത്തും അംഗീകരിച്ചിരിക്കണേ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ യോഗ ഫെഡറേഷൻ എന്ന സംഘടനയുണ്ട്. 1981 രജിസ്റ്റർ ചെയ്താണ് കൽക്കട്ടയിൽ. അപ്പൊ അതില് അനുസരിച്ച് അവരുടേതനുസരിച്ച് ആർട്ടിസ്റ്റിക് യോഗ, റിതമിക് യോഗ, പിന്നെ ജിംനാസ്റ്റിക് യോഗ, ഇങ്ങനെ 3-4 തരത്തില് രീതിയുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റിക് യോഗ എന്ന് പറയുമ്പോൾ ഡാൻസും കൂടി ചേർത്തതാണ്. ഒരു ഐറ്റത്തിൽ നിന്നും വേറൊരു ഐറ്റത്തിൽ ഒരു ഡാൻസിന്റെ ഒരു രീതിയിലാണ് പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അങ്ങനെ തുടർച്ചയായി ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു സ്ട്രീമായിട്ട് പോകും. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്യയോഗ എന്ന് പറയുന്നതാണല്ലോ ഡാൻസ്. അതായത് ഞാൻ കേട്ടിട്ടുള്ളത്, സാധാരണക്കാരന് യോഗ മനസ്സിലാക്കാനും പരിശീലിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പരമശിവൻ അദ്ദേഹം തന്നെ നടരാജ വേഷത്തിലെത്തി യോഗയെ കുറച്ചുകൂടെ ഹൃദ്യവും ദൃശ്യ സരളവുമാക്കി ചിത്രീകരിച്ചതാണ് ഡാൻസ് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് എന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കണം. ആക്ച്വലി നടരാജന്റെ ശിവതാണ്ഡവം ഭയങ്കരമാണ്. അത് വന്നിട്ട് വേറൊരു രീതിയിലാണ്. അല്ലാണ്ട് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത്, അദ്ദേഹം സകല എല്ലാം കിട്ടുന്ന ആളാണ്. ദക്ഷയാഗത്തില് സതീദേവിയെ ഹോമകുണ്ടത്തിൽ ചാടി മരിച്ചു പോയപ്പോ ദക്ഷന്റെ മകളാണ് സതീദേവി. അങ്ങനെ ആ ദേഷ്യത്തിൽ വന്നതാണ് ശിവതാണ്ഡവം.